സമയം രാത്രി 9 മണി. സന്ദീപിനെ ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു അവൻ. കോരിച്ചൊരിയുന്ന മഴയും ഹുങ്കാര ശബ്ദത്തോടുകൂടി വീശിയടിക്കുന്ന കാറ്റും ദൂരെ എങ്ങോ നിർത്താതെയുള്ള നായ്ക്കളുടെ ഓടിയിടലും അനന്തുവിൻ്റെ മനസ്സിൽ ഭയത്തിൻ്റെ വിത്ത് പാകിയിരുന്നു. ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള പ്രകൃതിയുടെ ആ ഭാവമാറ്റത്തെ അനന്ത് ഭയത്തോടെ കണ്ടു. കഴിയുന്നത്ര വേഗത്തിൽ വീട്ടിലെത്താമെന്ന ചിന്തയോടുകൂടി അനന്ത് ബൈക്കിൻ്റെ ഗിയർ ചേഞ്ച് ചെയ്തു. ഈ സമയം അനന്തുവിൻ്റെ വീട്ടിൽ ഒരു നിലവിളി ഉയർന്നു. ഒരുവിധം അവൻ വീടിൻ്റെ ഗേറ്റ് വരെ എത്തിപ്പെട്ടു. അവിടെ അവൻ കണ്ടത് ബോധമില്ലാതെ നിലത്ത് വീണ് കിടക്കുന്ന അമ്മുവിനെയാണ്. വേഗം തന്നെ അവളുടെ അടുത്തേക്ക് അവൻ ഓടിയെത്തി അവളെ താങ്ങി പിടിച്ചെടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി. ബെഡിൽ കിടത്തിയ ശേഷം ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളം അമ്മുവിൻ്റെ മുഖത്തടിച്ചു. പതിയെ അവൾ കണ്ണു തുറന്നു.